രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഞാൻ മധുസൂദന വാര്യർ. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്താൻ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. പ്രിയരെ, വാൽമീകി രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോകേണ്ടതായിട്ടുള്ള സംഗതിയെ കൗസല്യ ഒരുവിധം മനസ്സോടുകൂടി സമ്മതിച്ചു എന്ന് പറയുക നല്ലത്. അതിനുശേഷം എന്താണ്? തഥാച ദേവിയാ സുകൃതപ്രദക്ഷിണോ. ഈശ്വരനായിട്ടുള്ള ഭഗവാനെ കൗസല്യയും ഇവിടെ പ്രദക്ഷിണം വെച്ചു. എന്നിട്ടോ ജഗാമ സീതാനിലയം ആകാശയ. ഇനി അടുത്ത രംഗം സീതാനിലയമാണ്. അവിടേക്ക് പോവുകയാണ്. സീതയോടെ എങ്ങനെയാണ് ഇത് പറയുക, സീത എങ്ങനെയാണത് കാണുന്നത്, അതൊക്കെയാണ് അടുത്ത സർഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. സരാഘവ പ്രജ്വലിതത്തയാ ശ്രീയ. നല്ല ശോഭയോട് കൂടിയിട്ട് എന്ത് ദുഃഖം ഉണ്ടായാലും ഭഗവാന്റെ തേജസ്സിനുണ്ടോ വല്ല കുറവും? ആ ശ്രീ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒട്ടും ചിത്തചാഞ്ചല്യമില്ലാണ്ട് തൻ്റെ പത്നി ആയിട്ടുള്ള സീതാഗൃഹത്തിലേക്ക് ഇതാ പുറപ്പെട്ടു എന്ന് പറയുന്നത്. അഭിവാദ്യജ കൗസല്യം രാമസംപ്രസ്ഥിതോ വനം. കൗസല്യ അഭിവാദ്യമൊക്കെ ചെയ്ത് നമസ്കരിച്ച് വനത്തിലേക്ക് ഇതാ പോയി. അതിനുശേഷം അനവധി ജനങ്ങൾ കൂടിയിരിക്കണു രാമനെ ഒരു നോക്ക് കാണാൻ. കാര്യം അവർക്ക് മനസ്സിലായിരിക്കണു, പട്ടാഭിഷേകം നടക്കാൻ പോകുന്നില്ല അല്ലേ, വർത്തമാനം ലീക്കാവാണ്ടോ വല്ല വിഷമം. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി അത് മുടി വയ്ക്കാനൊന്നും പറ്റൂല, മുടി വയ്ക്കാനും സാധ്യമല്ല, മുടി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. എന്നായാലും ജനം അറിയും. പുരുഷാരം എത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾ അയോധ്യയിൽ കൂടിയിരിക്കണം. ഒരു പട്ടാഭിഷേകത്തിന് എത്ര ആൾക്കാർ കൂടില്ല. അത്രയും ജനം പട്ടാഭിഷേകം മുടങ്ങിയത് കരഞ്ഞുകൊണ്ടാണ് കാണുന്നത്. ദുഃഖത്തിലാണ് അവർ കാണുന്നത്, സന്തോഷത്തിലല്ല. സ്നേഹമുള്ള ആൾക്കാർക്ക് നല്ലത് സംഭവിച്ചാലും ആൾ കൂടും ഇല്ലേ, ദുഃഖം സംഭവിച്ചാലും ആൾ കൂടും. ദുഃഖമാണ് സംഭവിച്ചത്, എന്തിനാ നമ്മൾ പോകണമെന്ന് വിചാരിക്കുമോ? അധികം ആൾക്കാരും വിചാരിക്കില്ല അതൊന്നും. ദുഃഖമാണെങ്കിലും പോകണം, പങ്കെടുക്കണം. ആ ദുഃഖത്തിലൊന്ന് പങ്കുകൊള്ളുക. സുഖമാണെങ്കിൽ സന്തോഷിക്കുക, ദുഃഖമാണെങ്കിൽ ദുഃഖിക്കുക. പക്ഷേ അതിൽ പങ്കുകൊള്ളണം എന്നാണ്. അതൊന്നും സീത അറിഞ്ഞിട്ടില്ല. അന്തപുരത്തിലാണ്. സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കാറില്ലല്ലോ പണ്ടൊക്കെ. വൈദേഹീ ചാപി തൽസർവം നശിശ്രാവ തപസ്വിനി. ഈശ്വര പൂജയിൽ മുഴുകി തൻ്റെ ഭർത്താവിൻ്റെ ശ്രേയസ്സിന് മാത്രം കാക്ഷിച്ചുകൊണ്ട് ദൈവവിചാരത്തിൽ മുഴുകിയതായിട്ടുള്ള സീതാദേവി ഒന്നും അറിഞ്ഞില്ല. ശുശ്രാവ, കേട്ടതുപോലും ഇല്ല. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടെങ്കിലും കേൾക്കണ്ടേ, കേട്ടില്ല. തദേവഗതി തസ്യാച്ച യവരാജ്യാഭിഷേചനം. യുവരാജാവിൻ്റെ അഭിഷേകത്തെ കാക്ഷിച്ചുകൊണ്ട്, അഭിഷേകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ നിമിഷവും കാത്തിരിപ്പ് നടത്തുകയാണ് ആ പതിവ്രത. ദേവകാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്. ദേവകാര്യം സ്വയം കൃത്വ കൃതജ്ഞ ഹൃഷ്ടചേതന. സന്തോഷിക്കപ്പെട്ട മനസ്സ് മുടങ്ങിയത് അറിഞ്ഞിട്ടില്ലല്ലോ. സന്തോഷം മനസ്സിൽ വെച്ചുകൊണ്ട് ആ പുരുഷശ്രേഷ്ഠനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രവിശേദാതരാമർത്തുസ്വേശ്മ സ്വവിഭൂഷിതം. തൻ്റെ ആ സർവപ്രൗഢിയോട് അലങ്കാരങ്ങളോടും കൂടിയിട്ട് ലേശം ഒരു തല താഴ്ത്തിക്കൊണ്ടാണ് പ്രവേശിച്ചത്. നല്ലൊരു കാര്യമല്ല പറയാൻ പോണത്, ഉത്സാഹത്തോടു കൂടി അല്ല പറയണത്. പ്രഹിഷ്ട ജനസമ്പൂർണ്ണം പ്രിയ കിഞ്ചിത് അവാങ്മുഖ. അവാങ്മുഖ എന്ന് പറഞ്ഞാൽ തല താഴ്ത്തിക്കൊണ്ട്. സാധാരണ സ്ത്രീകളെ തല താഴ്ത്താറുള്ളൂ, അത് അവർക്കൊരു ഭംഗിയാണ്. പുരുഷനെ എപ്പോഴും സ്ട്രെയിറ്റായിട്ട് നടക്കണം എന്ന് പറയുക, തല താഴ്ത്തി നടക്കാറില്ല. എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ തല താഴ്ത്തും. ദുഃഖം ഉള്ള ഒരു വാർത്ത പറയുമ്പോൾ പുരുഷനും തല താഴ്ത്താം എന്നാണ്. പിന്നെ ഒരാളോട് യാചിക്കുമ്പോഴൊക്കെയാണ്. അല്ലാത്ത സാധാരണ ഘട്ടങ്ങളിൽ തല താഴ്ത്തുക എന്ന് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുണ്ട്. ലജ്ജ അവർക്കൊരു ഭംഗിയാണ്, മോടിയാണ്. പക്ഷെ ഒരിക്കലും പുരുഷൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ തല താഴ്ത്തിയപ്പോൾ സീതയ്ക്ക് മനസ്സിലായി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ. പറഞ്ഞു അപശ്ചോകസന്തപ്തം ചിന്താവ്യാകുലതേന്ദ്രിയം. ചിന്താകുലനായിട്ട് സർവ്വ ഇന്ദ്രിയങ്ങളിലും
തളർന്നു സീതയ്ക്ക്. കാരണം തൻ്റെ ഭർത്താവ് അങ്ങനെ തളരണമെങ്കിൽ ഒരു ചെറിയ സംഗതി അല്ല സംഭവിച്ചിരിക്കണം, ഉറപ്പാണ് സീതയ്ക്ക്. അതാണ് ഞെട്ടി വിറച്ചു പോയി എന്നുള്ളത്. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈശ്വര, ഈ നാഥൻ ഭഗവാൻ തല താഴ്ത്തി ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യത്തിന് ദുഃഖിക്കുമോ? അപ്പോൾ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. താം ദൃഷ്ട്വാ സഖി ധർമാത്മാ നശശാകമനോഗതം തം ശോകം രാഘവസോടും തതോ വിവൃതതാം ഗതാം. ആ വ്യസനത്തെ ഉള്ളിൽ ഒതുക്കാൻ രാമന് കഴിഞ്ഞില്ല. ഇതുവരെയൊക്കെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്തേ സീതയെ കണ്ടപ്പോൾ കഴിഞ്ഞില്ല? അണ പൊട്ടി ഒഴുകുക സ്നേഹമുള്ളവരെ കണ്ടാലാ. അവരെ കണ്ടാലാണല്ലോ നമുക്കത് തടയാനോ നിലനിർത്താനോ പറ്റാതിരിക്കുക. അല്ലാത്തവരുടെ മുമ്പിലൊക്കെ പിടിച്ചു നിന്നു. സീതയുടെ മുമ്പിൽ, അവളുടെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ പറയാറുണ്ട് അല്ലേ, സ്നേഹനിധിയായിട്ടുള്ള ഏറ്റവും അടുപ്പുള്ള ആളുടെ മുമ്പിൽ നമുക്കൊന്നും മറയ്ക്കാൻ കഴിയില്ല, ആത്മാർത്ഥതയുള്ളവർക്ക്. അത് കാരണം ഇവിടെ തം ശോകം രാഘവസ്തോടും തതോ മൃതതാം ഗത നശശാക മനോഗതം. ആ മനോഗതത്തെ ഒതുക്കി നിർത്താൻ അണ പൊട്ടി ഒഴുകി എന്ന് പറയാണ്. ഈ സീതയ്ക്ക് അമാന്തം ഉണ്ടായില്ല, ചോദിക്കുക തന്നെ. ഉറപ്പാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഭഗവാൻ കരയണ പോലെ ആയിരിക്കണു. ആഹ ദുഃഖാപി സംതപ്ത കിമിതാനീമിതം പ്രഭോ. ഇത്ര ദുഃഖം ബാധിക്കാൻ എന്താണ് പ്രഭോ ഉണ്ടായത്? നാഥ, എൻ്റെ മനസ്സ് വല്ലാതെ ആകാംക്ഷാകുലമാവുന്നു. ഒന്നുണ്ടാവാണ്ട് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. രാഘവ, വ്യാഴം അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന പൂയ നക്ഷത്രത്തിലല്ലേ അവിടുന്ന് അഭിഷിക്തനാവുന്നത്? ആ സമയമല്ലേ വന്നു ചേർന്നിരിക്കുന്നത്? അങ്ങനെയല്ലേ ബ്രാഹ്മണർ പറഞ്ഞത്? ആ സമയത്ത് ദുഃഖത്തിന് എന്തവകാശമാണ് ഉള്ളത്? നതേ ശതശലാകേന ജലഭേന നിഭേന ച. വെൺകൊറ്റക്കുട, വെള്ളയും നൊരയും പതയും പോലെ വെളുത്ത വെൺകൊറ്റക്കുട എവിടെ? ആവൃതം വദനം വൽഗു ഛത്രേണാഭിവിരാജതേ. പെൺകൊറ്റക്കുട കൊണ്ട് ശോഭിക്കേണ്ടതായ മുഖം പെൺകൊറ്റക്കുട ഇല്ലാതെ മങ്ങല ആളാൻ എന്താണ് കാരണം? ഇനിയും അത് കേൾക്കാതിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. ചാമരം വീശുന്നില്ലല്ലോ, വെൺചാമരം. ശതപത്ര നിപേക്ഷണം ചന്ദ്രകംസ പ്രകാശാപ്യാം വീജ്യതേനതവാനനം. വീശുന്നില്ലല്ലോ, ആ ചന്ദ്രനൊത്തതായിട്ടുള്ള വെളുത്ത നൃത്തം വെൺകൊറ്റ വെഞ്ചാമരം ആരും തന്നെ വീശിക്കാണാനില്ല. ഇതൊക്കെ എന്നെ വല്ലാതെ പരിഭ്രമിക്കുന്നു. ഹേ പുരുഷോത്തമാന്ന് വിളിക്കണം. വാഗ്മിനോ വന്ദിനച്ചാബി പ്രകൃഷ്ടത്വം നരർഷഭ. ഹേ പുരുഷശ്രേഷ്ഠ, എന്തുകൊണ്ടാണ് സൂതമാഗതന്മാർ അങ്ങേ സ്തുതിക്കാത്തത്? യുവരാജാവായിരിക്കണ രാമൻ നീണാൾ വാഴട്ടെ, രാമൻ ജയിക്കട്ടെ, രാമൻ ജയിക്കട്ടെ പ്രകാരം സ്തുതിപാഠകന്മാരെ കൊണ്ടല്ലേ അങ്ങ് നടക്കേണ്ടത്? എന്താണ് ഇവരൊന്നും ഇല്ലാത്തത്? നതേ ക്ഷൗദ്രം ച ദദീച്ച ബ്രാഹ്മണ വേദപാരക. വേദപാരകന്മാരായിരിക്കുന്ന ബ്രാഹ്മണർ തൈര്, തേന് മുതലായിട്ടതെല്ലാം അങ്ങയുടെ ശിരസിൽ തൂക്കി കാണാനില്ല. ഇതൊക്കെ പതിവുള്ളതാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ വിശേഷ സന്ദർഭങ്ങളിൽ. എന്തുകൊണ്ട് അവർ വിശിഷ്ട വസ്തുക്കൾ അങ്ങയുടെ ശിരസിൽ തൂക്കി കാണാനുമില്ല? വിശിഷ്ടങ്ങളായിരിക്കുന്ന 4 കുതിരകൾ വലിക്കുന്ന തേരില്ല, തേരുമില്ല, കുതിരയില്ല, അതും കാണുന്നില്ല. 4 ചതുർബിർ വേഗസമ്പന്നേർ, വളരെ വേഗമുള്ളതായ, വേഗം കൊണ്ട് സമ്പന്നരായ. കുതിരയുടെ സമ്പത്ത് എന്താ? അതിൻ്റെ വേഗമാണ്, വേറൊന്നുമല്ല. അല്ല, കുതിര എന്ന് പറയണമെങ്കിൽ ആ സ്പീഡിൽ വേണം, ഇവിടെ വിട്ടാൽ അവിടെ എത്തണതേ അറിയാൻ പാടൂ. അപ്പോൾ ആ മാതിരി 4 കുതിരകൾ വലിക്കുന്ന രഥം എവിടെ പോയി? ഗജവീരന്മാരെ മുമ്പിൽ നടത്തിയിട്ടല്ലാതെ അങ്ങ് നടക്കാറില്ലല്ലോ. നഹസ്തീജ കൃത ശ്രീമാൻ. ശ്രീമാനെ, അങ്ങയുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് ആന ഇല്ലാത്തത്? അതുപോലെ തന്നെ സ്വർണത്തിലിരിക്കേണ്ടതായിട്ടുള്ള ഭദ്രാസനം, സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഭദ്രാസനം കൂടെ കൊണ്ടു നടക്കും. പണ്ട് രാജാക്കന്മാരുടെയൊക്കെ ഈ ചെല്ലപ്പെട്ടി പിന്നാലെ കൊണ്ടു നടക്കുമില്ലേ കാര്യസ്ഥന്മാർ? എന്ന പോലെ ഈ ആസനം എടുത്ത് കൊണ്ടുപോയിട്ട് എവിടെ ഇരിക്കേണ്ടത് വെച്ചാൽ ഇതിലേ ഇരിക്കുള്ളൂ, രാജാവല്ലേ. ആ ആസനം കാണുന്നില്ല. ആരും തന്നെ അത് ചുമന്നിട്ട് അങ്ങയുടെ ചുറ്റും അടുത്തായിട്ടോ കൂടെയോ പിന്നാലെയോ ഇല്ലല്ലോ. ഇതൊക്കെ ചോദിച്ചത് ഒരു സന്തോഷം അങ്ങയുടെ മുഖത്ത് എന്താണ് ഇല്ലാത്തത്? അപ്പോൾ രാമൻ പറഞ്ഞു, ഒരു നിവൃത്തിയില്ല സീതയെ. തത്ര ഭവാൻ താതാ പ്രവ്രാജയതി മാം വനം. എൻ്റെ അച്ഛൻ എനിക്ക് വനത്തിലേക്ക് പ്രവ്രാജനം ചെയ്യാനുള്ള കൽപ്പന, ആജ്ഞ തന്നിരിക്കുകയാണ്. ഞെട്ടി സീത. എന്ത്?
വന്ധ്യനായിരിക്കുന്ന എൻ്റെ പിതാവ് എനിക്ക് വനവാസമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കുലേ മഗതി സംഭൂതേ ധർമ്മജ്ഞേ ധർമ്മചാരിണി ശൃണുജാനകി ഏനേദം ക്രമേണ വ്യാഗതം മമ. ഇത്തരം ഒരവസ്ഥ എങ്ങനെ വന്നു എന്ന് ഞാൻ പറയാം. നീ ഏതായിരിക്കില്ലേ ചിന്തിക്കുന്നുണ്ടാവുക. ഇവിടെ പറയണ കൈകേയ്യൈ മമ മാത്രേതു പുരാ ദത്തൗ മഹാവരൗ. 2 മഹാവരങ്ങൾ അച്ഛൻ കൈകേയിക്ക് നൽകിയിട്ടുണ്ട്. അതിലത്തെ ഒന്ന് ഞാൻ കാട്ടിൽ പോകണമെന്നും മറ്റത് ഭരതൻ രാജാവണം എന്നും ആണ്. ചതുർദശകി വർഷാണി വസ്തവ്യം ദണ്ഡകേ മയ. ദണ്ഡകത്തിൽ ഞാൻ വസിക്കണം 14 കൊല്ലം. പിതാ മേ ഭരതശ്ച പിത്രാ മേ ഭരതശ്ചാപി യവ്വരാജ്യേ നിയോജിത. യവരാജ്യാഭിഷേകം ഭരതന് ചെയ്യും വേണം. ഈ 2 വരം പണ്ട് കൈകേയിക്ക് കൊടുത്തതാണ് അച്ഛൻ. ദേവാസുര യുദ്ധത്തിലത്തെ സഹായിച്ചതിന് കൊടുത്തതാണ്. ആ വരം ഇപ്പോൾ ഇതാ കൈകേയിയമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിലത്തെ ഒന്ന് ഭരതൻ വാഴണം എന്നും ഞാൻ 14 വർഷം കാട്ടിലേക്ക് പോകണം എന്നതും ആണ്. അതുകൊണ്ട് സീതയെ ഞാൻ പോവാൻ തീരുമാനിച്ചു. എൻ്റെ തീരുമാനം കേൾക്കണ്ടേ? ഇന്ന് എന്തേ തീരുമാനിച്ച്? സോഹം ത്വാമാഗതോ ദ്രഷ്ടും. അത് പറയാൻ വേണ്ടിയിട്ട് നിന്നെ കാണാൻ ഞാൻ വന്നിരിക്കുകയാണ്. പ്രസ്ഥിതോ വിജനം വനം. ജനസമ്പാദമില്ലാത്ത നിർജ്ജനമായ വനത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട്. ഭരതസ്യ സമീപേതുനാഹം കത്യക്കദാചന. അതുകൊണ്ട് നീ ഭരതനോടൊന്നും അപ്രിയം പറയരുത്. ഭരതൻ്റെ അരികിൽ വെച്ചിട്ട് എൻ്റെ ഗുണങ്ങളൊന്നും നീ പറയരുത്. ഇപ്പം രാജാവ് ഭരതനാണ് ആവാൻ പോണത്. അപ്പോൾ ആ ഭരതന് മറ്റൊരാളെക്കുറിച്ച് കീർത്തിക്കുന്നത് എന്തായാലും അത്രയും കൂടെ സമ്മതമാവില്ല. അതുകൊണ്ട് എന്നെപ്പറ്റി നീ ഇനി ഭരത സമക്ഷം നന്നായിട്ടൊന്നും പറയരുത്. ആരുടെയെങ്കിലൊക്കെ മുമ്പാകെ പറഞ്ഞോ, അത് രാജാവിന് ഇഷ്ടപ്പെടില്ല. പറയുകയാണ് രാജാവ് സന്തോഷിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും. അതേ സമയത്ത് തിരിച്ചായാലോ? അതുകൊണ്ട് വലിയ വിപത്തുണ്ടാവും. അതുകൊണ്ട് നീ എന്തു ചെയ്യണം? ഇനി എൻ്റെ ഗുണങ്ങൾ പറയേണ്ടതായ കാലം കഴിഞ്ഞു. അനുകൂലതയാ ശക്യം സമീപേ തസ്യ വർത്തിതും. ഭരതന് അനുകൂലമായി പറഞ്ഞ് അവൻ്റെ അരികെ നീ നിൽക്കണം. എനിക്കനുകൂലമായിട്ടല്ല പറയേണ്ടത്, ഭരതന് അനുകൂലമായി പറയുക. ഏതൊരാളാണോ ഭരിക്കുന്നത്, സ്തുതിപാഠകന്മാരുണ്ടാവില്ലേ? ഇപ്പോൾ ഭരണ നേതാക്കളെ സ്തുതികളെ കൊണ്ട് സ്തുതിച്ചു എന്ന് പേപ്പറിൽ വന്നു. ഏത് കാലത്തും ഉണ്ടാവും അതേ. കാരണം സ്ഥാനമാണല്ലോ. അപ്പം ചുതിക്കേണ്ട ആൾക്കാർ ഏത് കാലത്തും ഉണ്ടാവും സ്തുതിപാഠകന്മാർ. അങ്ങനെ ഒരു സ്തുതിപാഠകയായിട്ട് നീ നിൽക്കൊന്നും വേണ്ടെങ്കിലും കാണുന്ന സമയത്ത് ഭരതനെപ്പറ്റി നന്നത്തെ നീ പറയാവൂ. അഹം ചാവി പ്രതിജ്ഞാം താങ്കുരോ സമനുപാലയൻ. അച്ഛൻ്റെ വാക്യം പാലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. വനമധ്യേ വയാസ്യാമി തിരാഭവ മനസ്സിനി. മനസ്സിനെ നീ ഉറപ്പിക്കൂ, സ്ഥിരപ്പെടുത്തൂ, മനസ്സുറപ്പുണ്ടാക്കൂ, പാകപ്പെടുത്തൂ. ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് പറയണം. യാസ്യാമി പോവുകയാണ്. മീ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളതിനാണല്ലോ ചേർക്കുക. അതുകൊണ്ട് വ്രത തപോ നിഷ്ഠയിൽ നീ എപ്പോഴും നിലകൊള്ളുക. വ്രതോപവാസപരയാ ഭവിതവ്യം ദയാനഖേ. നിഷ്പാപേ, പാപമില്ലാത്തവളെ, ഒരു നിമിഷവും വ്രതത്തിൽ നിന്ന് അന്യമല്ലാത്ത ഭാവത്തിൽ നീ വർത്തിക്കണം. മാതൃപൂജ പിതൃപൂജ മുതലായിട്ടുള്ളത് ചെയ്ത് നീ ഇവിടെ തന്നെ നിൽക്കണം. ദശരഥനെ പോയിട്ട് വണങ്ങുക, നമസ്കരിക്കുക. വേണ്ട ശുശ്രൂഷകളും പുത്രൻ്റെ ഭാര്യ എന്ന സ്ഥാനത്ത് നിന്ന് നീ ചെയ്യണം. നമ്മുടെ അമ്മയായിരിക്കുന്ന കൗസല്യെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. മാതാച്ച മമ കൗസല്യ വൃദ്ധ സന്താപകർഷിത. പ്രായമുള്ളവളാണ്. ഇവിടുത്തെ പോലെ മനഃശക്തി ശരീരശക്തി രണ്ടും കുറയും പ്രായമായാലേ. ഇല്ലേ? രണ്ടും കുറയും. മനഃശക്തി എന്ത് വന്നാലും പെട്ടെന്ന് ചുണ്ടിയിരിക്കണം. എന്താ പറയുക, അവൻ ക്രൂരനായതുകൊണ്ടല്ല വിചാരിക്കരുത്. വയസ്സായവർക്ക് ദേഷ്യം എന്നാൽ അത് അവരുടെ ബലഹീനതയാണ്, ഒതുക്കാനുള്ള കഴിവില്ലായ്മയാണ്. അപ്പം അവർക്ക് അപ്രിയം കഴിയുന്നു പറയാതിരിക്കുക. ആ പ്രായം ബാധിച്ചതുകൊണ്ട് മനഃശക്തിയും കുറയും ശരീരശക്തിയും കുറയും. നീ എന്ത് ചെയ്യണം? കൗസല്യയെ വന്ദിക്കുക, വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യണം. ഭാതൃപുത്രസമോചാഭിദ്രഷ്ടവ്യോ ച വിശേഷത തയാ ഭരതശത്രുഘ്നോ പ്രാണേ പ്രിയതരോ മമ. എൻ്റെ ഭരതശത്രുഘ്നന്മാരെനിക്ക് പ്രാണന് തുല്യമാണ്. ആ ഭഗവാന്റെ മനസ്സൊന്ന് നോക്കൂ. ഭരതൻ മൂലമാണ് കാട്ടിലേക്ക് പോണത് എന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്താ പറയണത് അറിയോ? ആ ഭരതനും ശത്രുഘ്നനും എൻ്റെ പ്രാണസമമാണ് എന്നാണ്.
എൻ്റെ പ്രാണനെ നീ ദ്രോഹിക്കോ? ഇല്ലല്ലോ. അതുപോലെ അവരെ നീ വേറൊരു ഭാവത്തിൽ കാണുകയോ അവരെ ശത്രുഭാവത്തിൽ കാണുകയോ കുറ്റം പറയുകയോ ചെയ്യരുത്. ആ ശത്രുധന്മാരെ സ്നേഹിക്കണം, അമ്മയെ സ്നേഹിക്കണം, അച്ഛനെ ശുശ്രൂഷിക്കണം. ഇതൊക്കെ ചെയ്തുകൊണ്ട് നീ ഇവിടെ തന്നെ വാഴുക. വിപ്രിയം നച കർത്തവ്യം ഭരതസ്യ കഥാചന. ഒരിക്കലും ഭരതന് അപ്രിയം നീ പറയരുത്. രാജാവായതുകൊണ്ട് രാജാവ് സംപ്രീതനായാൽ വലിയ ഗുണമുണ്ടാവും, തിരിച്ചായാലോ തലയടക്കം പോവും അല്ലേ? രാജാവ് കോപിച്ചാൽ തലവെട്ടും, പണ്ടൊക്കെ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് രാജധർമ്മം വേണ്ട പോലെ അനുഷ്ഠിക്കുകയാണ്. എന്താണ് രാജധർമ്മം? സ്വന്തം പുത്രനാണെങ്കിലും തെറ്റ് ചെയ്താൽ തലവെട്ടാൻ മടിക്കില്ല, അതാ രാജധർമ്മം. ഔരസാനപിപുത്രാൻ ത്യജത്യഹിതകാരിണ. അഹിത പ്രവർത്തിച്ച് ശരിയല്ലാത്ത വിധത്തിൽ പ്രവർത്തിച്ചാൽ വധിക്കും. അതാണ് രാജധർമ്മം. ത്യജന്തി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, കൊല്ലുക ഇല്ലേ? പ്രഹ്ലാദൻ എൻ്റെ അച്ഛനെ അഹിതമായിട്ട് ചെയ്തപ്പോൾ വധിച്ചില്ലേ? അച്ഛൻ അതിന് വേണ്ട ശ്രമങ്ങൾ നോക്കി, നടന്നില്ല എന്ന് മാത്രം. അപ്പോൾ രാജസ്ഥാനത്തും ഭരണം കയ്യിലുണ്ടാവുമ്പോൾ അഹിതം പ്രവർത്തിച്ചാൽ കൊല്ലാനും മടിക്കില്ല. അതുകൊണ്ട് തിരിച്ച് അങ്ങനെ ചിന്തിച്ചുകൂടാ. രാജധർമ്മം എന്ന് പറഞ്ഞാൽ അതാണ്. ആരെ എതിർത്തോ അവരെ ഇല്ലാണ്ടേക്കുക, അപ്പോഴേ ഭരണം നടക്കുള്ളൂ. അതുകൊണ്ട് ഭരതസ്യരഥാധർമ്മേ സത്യവ്രതപരായണയായിട്ട് നിന്നുകൊണ്ട് ഭരതന് അനുകൂലം പറയുക. അഹംഗമിഷ്യാമി മഹാവനം പ്രിയേ ത്വയാ ഹി വസ്തവ്യവിഹേവ ഭാമിനി യഥാ വെളീകം ഗുരുഷേന കസ്യപി തഥാ ത്വയാ കാര്യമിതം വചോ മമ. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? ഞാൻ മഹാവനത്തിലേക്ക് പോവുകയാണ്. പ്രിയം പ്രിയേ എന്ന് വിളിക്കുകയാണ്. മഹാവനത്തിലേക്ക് ഞാൻ പോവുകയാണ്. അതുകൊണ്ട് നീ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇവിടെ തന്നെ വാഴുക. ആർക്കും അപ്രിയം പ്രവർത്തിക്കാരുടെ ആരുടെയും പ്രിയ അല്ലാതെ ആവരുത്. അത്തരം ഒരു അങ്ങനെ രീതിയിൽ നീ ആവാതെ എല്ലാവർക്കും പ്രിയമായിട്ട് തന്നെ രാജാവിനെ അനുകൂലിക്കുക, അച്ഛനെ അമ്മയെ നോക്കുക. ഇതൊക്കെ ചെയ്തിട്ട് നീ ഇവിടെ വാഴുക. കേട്ടു. പെട്ടെന്നൊരു കോപമാണ് സീതയ്ക്ക് ഉണ്ടായത്. വളരെ അവിശ്വസനീയമാണ്. എന്താ ഈ കേൾക്കുന്നത് എന്ന് ചോദിക്കണം. കിമിതം ഭാഷസേ രാമ വാക്യം ലഘുതയാ ധ്രുവം. എത്ര നിസ്സാരമായിട്ടാണ് അങ്ങ് ഈ പറയുന്നത്. എങ്ങനെ കഴിയുന്നു അങ്ങേക്കിത് പറയാൻ, അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാൻ? എനിക്ക് വിശ്വസിക്കാൻ തന്നെ സാധിക്കുന്നില്ല. വീരാണാം രാജപുത്രാണാം ശസ്ത്രാസ്ത്രപ്രദുഷാം നൃപ അനർഹം. വീരന്മാർക്കും ശസ്ത്രാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നവർക്കും യോജിച്ചതാണോ ഇത്? തൻ്റെ രാജസ്ഥാനം അങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണോ വീരന്മാർ ചെയ്യുക? എങ്ങനെ അങ്ങേക്ക് ഇതിന് സാധിക്കുന്നത്? വീരരാജാക്കന്മാർക്ക്, രാജപുത്രന്മാർക്ക് അനുചിതമായ ഈ സമീപനം എങ്ങനെ അങ്ങ് കൈക്കൊണ്ടു? ആര്യപുത്ര, പിതാവും മാതാവും ഒക്കെ, പുത്രനും ഭാര്യകൾ എല്ലാവരും, പുത്രനാവട്ടെ സഹോദരനാവട്ടെ, അവരവരുടെ കർമ്മബലങ്ങളാണ് അനുഭവിക്കുന്നത്. ഒരാളുടെ കർമ്മബലം വേറെ ആൾ അനുഭവിക്കില്ല. പക്ഷേ ഇവിടെ ഒരു പക്ഷേ ഉണ്ട്. പത്നി ഭർത്താവിൻ്റെ കർമ്മബലം അനുഭവിക്കണമെന്നാണ്. ഭർത്താവിൻ്റെ കർമ്മബലം ഭാര്യയ്ക്ക് ബാധകമാണ്, ഭാര്യയുടെ കർമ്മബലം ഭർത്താവിന് ബാധകമാണ്. ഇത് മറ്റ് ബന്ധങ്ങൾക്ക് ഇത്ര തന്നെ ഇല്ല. അച്ഛൻ്റെ കർമ്മബലം മകൻ അനുഭവിച്ചോളന്നില്ല. കാരണം മകന് മകൻ്റേതായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാം, നന്നാക്കാം. ഒരു ഘട്ടം വരുമ്പോൾ അച്ഛൻ മകൻ എന്നുള്ള ബന്ധം തന്നെ ശിഥിലാവും ഇല്ലേ? അതാണ് ഒരു ഘട്ടം വരുമ്പോൾ ബന്ധം ശിഥിലാവും. ഒരു ചെറിയ കുട്ടി അച്ഛൻ ബന്ധമാണോ വലിയൊരാളും അച്ഛനുമായിട്ടുള്ളത്? ഇപ്പോൾ വലുതാവും തോറും ആ ബന്ധത്തിന് ശിഥിലത വരും. ഭാര്യ ഭർത്താവ് തമ്മിലോ മരണാനന്തരവും പൊറുക്കുമോ എന്നൊരു ചോദ്യമുണ്ട് അധ്യാത്മരാമായണത്തിൽ അല്ലേ? മരണാനന്തരം ഇത് ഈ ബന്ധം വേറിടുമോ? അപ്പോൾ ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധം ആയതുകൊണ്ട് ഭർത്താവിൻ്റെ കർമ്മബലം ഭാര്യയ്ക്ക് ബാധകമാണ്, ഭാര്യയുടെ കർമ്മബലം ഭർത്താവിനും ബാധകമാണ്. അതുകൊണ്ടൊരു കാര്യമുണ്ട്. എന്താ കാര്യം? അങ്ങ് വനവാസത്തിന് പോവുകയാണെങ്കിൽ ഞാനാണ് മുമ്പിൽ. എനിക്കിവിടെ പിന്നെ ആരും ഇല്ല. തോഴിയാവട്ടെ, അമ്മയാവട്ടെ, ഭർത്താവിൻ്റെ അമ്മയോ മറ്റ് സഹോദരന്മാരോ ഒന്നും എനിക്കില്ല. ഭർത്താവ് ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഉള്ളൂ. ഭർത്താവ് ഉണ്ടായിട്ടല്ലേ ഇവരൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ഞാനാണ് മുമ്പിൽ വരുന്നത്. ഞാനൊരു പാപവും ചെയ്തിട്ടില്ല. എന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോവരുത്. ഈ വലിയ മാളികകൾ, കൊട്ടാരം, സ്വർണം, വിമാനം, ഇതൊന്നും
ഭർത്താവിൻ്റെ പാദത്തിനോളം ശ്രേഷ്ഠമായിട്ട് ഞാൻ കരുതുന്നില്ല. പ്രാസാദാഗ്രേർവിമാനേർവാ വൈഹായസഗതേനവ, വിമാനമോ ആ വിമാനത്തിലുള്ള വൈഹായസഗതി എന്ന് പറഞ്ഞാൽ ആകാശസഞ്ചാരം. രസമാണല്ലേ, ആകാശസഞ്ചാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ്. അതൊന്നും ഇപ്പോൾ ഭർത്തൃപാദ ശുശ്രൂഷയ്ക്കൊപ്പം ഞാൻ കാണുന്നില്ല. ഇതൊന്നും എനിക്ക് വലുതല്ല, എല്ലാം ഉപേക്ഷിച്ച് ഞാൻ അങ്ങയുടെ കൂടെ വരും, ദയവ് ചെയ്ത് എന്നെ ഇക്കാര്യത്തിൽ തടയരുതേ എന്ന് പറയുകയാണ്. അവിടെ സീത പുറപ്പെടുകയാണ്. ഞാൻ തന്നെ ഉണ്ട് ആ വനത്തിൽ, കായ്ക്കനികൾ ഭക്ഷിച്ചുകൊണ്ട് സസുഖം ഞാൻ വസിക്കും. ഇവിടെ ആഡംബരപൂർവമായിട്ടുള്ള സദ്യയോ മറ്റു കാര്യങ്ങളോ സൗകര്യങ്ങളോ എനിക്ക് വിഷമാണ്. എങ്ങനെയാണെങ്കിൽ അങ്ങില്ലെങ്കിൽ, മറിച്ച് കായ്കനികളും ഇലകളും ആ കാട്ടിൽ എനിക്ക് അമൃതാണ് അങ്ങുണ്ടെങ്കിൽ. അതുകൊണ്ട് ആ വനത്തിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനും ഇവിടെ പറയുകയാണ്, പർവ്വതങ്ങൾ, നദി, പൊയ്ക എല്ലാം അങ്ങയോടൊപ്പം കാണാൻ ഞാൻ കൊതിക്കുകയാണ്. വന്ന മുതൽക്ക് ഈ കൊട്ടാരത്തിലല്ലേ ഉണ്ടായിട്ടുള്ളൂ, മധുവിധുവിന് പോക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇതങ്ങനെ ആക്കിയിട്ട് ഞാനാണ് എടുക്കും. ഒരു യാത്രയാവട്ടെ, ഭാര്യയും ഭർത്താവും കൂടി. അതുകൊണ്ട് സർവേശ്വര, നദികൾ, പൊയ്കൾ, പർവ്വതങ്ങൾ, പക്ഷികൾ, കുളക്കോഴികൾ, തെളിഞ്ഞ ജലം, നല്ല കാറ്റ്, വണ്ടുകളുടെ ശബ്ദവും പക്ഷികളുടെ ശബ്ദവും മറ്റും അങ്ങോട്ടുകൂടി ആസ്വദിക്കുമ്പോൾ എനിക്കത് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ്, സ്വർഗത്തേക്കാൾ സുന്ദരമാണ്. അതുകൊണ്ട് അങ്ങയോടൊപ്പം ആ നദിയിൽ കുളിക്കാനും പുഴയിൽ കുളിക്കാനും ജലാശയത്തിൽ കുളിക്കാനും കായ്കനികൾ ഭക്ഷിച്ച് അങ്ങ് കഴിച്ചതിൻ്റെ ബാക്കി ഉച്ചിഷ്ടം ഭക്ഷിച്ചാലും 1000 വർഷം കഴിഞ്ഞാലും എനിക്ക് മടുക്കില്ല. 1000 വർഷം കഴിഞ്ഞാൽ എനിക്ക് നിമിഷമാണ്, അതൊക്കെ നിമിഷം പോലെ പോവും. അത്രയും ആസ്വദിക്കുമ്പോഴാണ് നമുക്ക് സമയം പോവുക, സമയം അറിയാതെ പോവുക. മടുപ്പും മുഷിപ്പും വന്ന ഓരോ നിമിഷവും യുഗമായിട്ട് തോന്നി. ഇഷ്ടം നേരം പോവാത്ത നല്ല കാര്യം. അയ്യോ എന്താ ഇപ്പം ഇത്, മണിക്കൂർ 3 കഴിഞ്ഞു. ഇഷ്ടമുള്ള സിനിമയെ കണ്ടാച്ചാലേ ഭാഗവതം കേട്ടാൽ അങ്ങനെ തോന്നില്ല കേട്ടോ. സിനിമയൊക്കെ കണ്ട അയ്യോ ആ സിനിമയുടെ അഭിനയം ഉണ്ടല്ലോ, അത് കണ്ടിരുന്നപ്പോൾ നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു സംഭവം നമുക്കുണ്ടായ സമയം പോയി. എനിക്ക് 1000 കൊല്ലവും ഒരു നിമിഷമാണ് എന്ന് പറയുകയാണ്. ഇനിയോ അങ്ങില്ലാത്ത സ്വർഗം എനിക്ക് യുഗക്കണക്കിനാണ് തോന്നുക ഓരോ നിമിഷവും. സ്വർഗ്ഗമായിക്കോട്ടെ, ആ സ്വർഗത്തിൽ അങ്ങില്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയുകയാണ്. മാന്, ആന, കുതിര മുതലായിട്ടുള്ളത് ഒക്കെ കാണാനും ജനസമ്പാദമില്ലാത്ത, മനുഷ്യ താമസമില്ലാത്ത ദുർഗമങ്ങളായ ആ വനങ്ങൾ, അവിടേക്ക് എന്നെ കൊണ്ടുപോകണം. പിതൃഗൃഹത്തിൽ സുഖമായി വസിക്കുന്ന പോലെയാണ് ഞാൻ അവിടെ വസിക്കുക എന്ന് പറയുകയാണ്. മൃഗായുധം വാരണേർ യുധം, വാനരൻ വാരണം, ആന വാനരൻ വാനരൻ. അപ്പം അതൊക്കെയുള്ള ആ കാട്. വനേ നിവസ്യാമി യഥാ പിതൃഗൃഹേ, ആ അച്ഛൻ്റെ ഗൃഹത്തിൽ ഞാൻ സന്തോഷവതിയായിട്ട് വസിക്കുന്നത് പോലെ ജനസമ്പാദമില്ലാത്ത ആ കാട്ടിൽ മാന്, മയില്, ആന, വാനരന്മാർ ഇതൊക്കെ ഉള്ള കാട്ടിൽ ഞാൻ വസിക്കും. വല്ല കാരണവശാലും എന്നെ തനിച്ചാക്കി അങ്ങ് പോവുകയാണെങ്കിൽ പിന്നെ മരണമാണ് ഞാൻ സ്വീകരിക്കുന്നത്, മരണമാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത്. എനിക്കതാണ് പിന്നെ നല്ലത്. നയസ്വമാം സാധു കുരുഷയാചന, എൻ്റെ ഈ അപേക്ഷയെ അങ്ങ് തള്ളിക്കളയരുത്. നതേമയാതോ ഗുരുതാ ഭവിഷ്യതി അണത്വയാഭിയുക്താം മരണായ നിശ്ചിതാം. അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഞാൻ മരണത്തിന് നിശ്ചയിച്ച് കഴിഞ്ഞു. ഇത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇനി സീത ഈ ലോകത്തിലില്ല എന്ന് കൂട്ടിക്കോളൂ. ഇതിലിനി ഒന്നും എനിക്ക് ആലോചിക്കാനുമില്ല, അപ്പുറമൊന്നും പറയാനുമില്ല. തഥാ ബ്രുവാണാം അഭിധർമ്മവത്സലോ ന ജസ്മസീതാം നൃപരോ നിനീശതി ഉവാച ചൈനാന്തകുസന്നിവർത്തനേ വനേ നിവാസസ്യ ച ദുഃഖിതാം പ്രതി. ഏട്ട സമയത്ത് രാമൻ പറഞ്ഞു, സീത നീ എന്താണ് ഈ പറയണത്? പുരുഷന്മാർ ആണുങ്ങൾ കാട്ടുകൂടെ പോണ പോലെയാണോ സ്ത്രീകൾ പോവുക? രാക്ഷസന്മാർ മറ്റ് സംഗതികളൊക്കെ അടുത്ത സർഗം മുഴുവൻ വനദുഃഖ കഥനം എന്നാണ്. എന്തൊക്കെ അപകടങ്ങളും സ്ത്രീകൾക്ക് പറ്റാത്തതുമായിട്ടൊരു കാട്ടിലുണ്ടാവും. ആ വനദുഃഖങ്ങളെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഇതെല്ലാം അതിക്രമിച്ചുകൊണ്ട് നീ പോരുക, നീ എന്താണ് ഈ പറയുന്നത് എന്നും പറഞ്ഞ് വനദുഃഖത്തെക്കുറിച്ചിട്ടൊന്ന് വിസ്തരിച്ച് അങ്ങോട്ട് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. സീത പിന്മാറുകയാണെച്ചാൽ സീത കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, സീത ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. കൊണ്ടുവനേന് ഇഷ്ടമുണ്ടായാൽ പോരല്ലോ, അവിടെ സീതയെ സുരക്ഷിതമായിട്ട് നോക്കണ്ടേ, അവൾക്ക് വിഷമം വരരുത് എന്ന് വിചാരിച്ചിട്ട്
ആ കാടിൻ്റെ കുറേ ദുഃഖങ്ങളെക്കുറിച്ച് രാമൻ സീതയെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് അടുത്ത സർഗത്തിൽ. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.